കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്രിപ്റ്റിക് ഓർഡറുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പോയിന്റാണ്. അതായത് വീഡിയോ കണ്ടൊരു ചേട്ടൻ ചോദിച്ചിരുന്നു, ഈ കുടുംബ കോടതികളുടെ മെയിൻ്റനൻസ് കേസുകളിൽ ക്രിപ്റ്റിക് ഓർഡറാണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ആൾ ചോദിച്ച ചോദ്യം. കൃത്യമായ എൻ്റെ ആൻസർ ഉണ്ട്. അതായത് നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കുടുംബ കോടതികളിൽ മെയിൻ്റനൻസ് BNSS 144 പ്രകാരം മെയിൻ്റനൻസ് പ്രഖ്യാപിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് നമ്മുടെ സുപ്രീം കോടതി പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഒരു കേസിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് പ്രകാരം ഭാര്യയും ഭർത്താവും അവരുടെ അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ എത്രയാണ് എന്നുള്ളത് കൃത്യമായി കോടതിയിൽ നിർബന്ധമായും സബ്മിറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പല ആൾക്കാരും അത് ചെയ്യുന്നില്ല, ഭർത്താക്കന്മാരും അത് ചെയ്യുന്നതിന് കാണാറില്ല. പക്ഷെ അത് ചെയ്യണമെന്നാണ് പറയുന്നത്. ആ ഒരു അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചറിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കുടുംബ കോടതികൾ ഒരു മെയിൻ്റനൻസ് ഓർഡർ പ്രഖ്യാപിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും, വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ പോലും, വരുമാനമുണ്ടെങ്കിലും ഈ സോഷ്യൽ സ്റ്റാറ്റസ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഈക്വലൈസ് ചെയ്യുവാനായിട്ട് എത്ര എമൗണ്ട് വേണം, ആ എമൗണ്ടാണ് ഈ ഗൈഡ് ലൈൻസ് പ്രകാരം നമുക്ക് കോടതിക്ക് വിധിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ മെക്കാനിക്കലായിട്ട് യാതൊരു വിധത്തിലുള്ള എവിഡൻസുകളും പരിഗണിക്കാതെ, ഭർത്താവിൻ്റെ വരുമാനവും കടബാധ്യതകളും ഒന്നും പരിഗണിക്കാതെ, ഭാര്യയ്ക്ക് എത്ര ഏണിംഗ് ഉണ്ട് എന്നുള്ളത് പോലും പരിഗണിക്കാതെ മെക്കാനിക്കലായിട്ട് ഒരിക്കലും മെയിൻ്റനൻസ് എമൗണ്ട് വിധിക്കുവാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ പരിഗണിക്കാതെ ജസ്റ്റ് ഒരു എമൗണ്ട് ഭാര്യയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു വിധി വരികയാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു ക്രിപ്റ്റിക് ഓർഡറിൻ്റെ എക്സാമ്പിളായിട്ട് കണക്കാക്കാം. തീർച്ചയായും ആ ഓർഡറിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഹയർ കോർട്ടുകളിൽ നമുക്ക് ചാലഞ്ച് ചെയ്യുവാനായിട്ട് നമ്മൾ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കോടതികളിലെ മെയിൻ്റനൻസ് കേസിൻ്റെ എവിഡൻസ് സ്റ്റേജ് വരുമ്പോൾ ഭാര്യയും അതുപോലെ തന്നെ ഭർത്താവും അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒപ്പം തന്നെ ഭാര്യ സമർപ്പിച്ചിട്ടുള്ള അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചറിൻ്റെ ഫോം കോടതിയിൽ നിന്ന് നമുക്ക് അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പി കിട്ടും. അതിൽ അവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ അവർ മറച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ഭാര്യയുടെ ജോലിക്ക്, ഭാര്യയ്ക്ക് കിട്ടുന്ന വരുമാനത്തിലും അതേപോലെ ഭർത്താവിൻ്റെ വരുമാനത്തിലും എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെ എല്ലാത്തിനും കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ്, പരിശോധിച്ചുകൊണ്ടാണോ ഈ മെയിൻ്റനൻസ് തുക വിധിച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഭാര്യ അങ്ങനെ ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മെയിൻ്റനൻസ് ഓർഡർ നമുക്ക് എന്ത് ചെയ്യാം, ചാലഞ്ച് ചെയ്യുവാനും സാധിക്കും എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ ആയില്ലേ? പിന്നെ ഒരു പോയിൻ്റ് അഡീഷണലായിട്ട് പറയാറുണ്ട് ചില കോടതികളിൽ എല്ലാവർക്കും ഇൻ്ററിം മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ശരാശരി 3000 അല്ലെങ്കിൽ 8000 വെച്ചുകൊണ്ട് പല കോടതികളും ഇങ്ങനെ കൊടുക്കുന്നത് കാണാറുണ്ട്. പക്ഷേ എല്ലാ കേസുകളും ഒരേപോലെയല്ല, എല്ലാ ഭർത്താക്കന്മാർക്കും ഒരേ വരുമാനമല്ല, എല്ലാ ഭർത്താക്കന്മാരുടെ വീട്ടിലും ഭാര്യമാർക്കും ഒരേപോലെയുള്ള സോഷ്യൽ സ്റ്റാറ്റസും അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓരോ കേസും എന്താണ്, ഡിഫറെൻ്റ് വ്യക്തികളാണ്, ഡിഫറെൻ്റ് ജീവിത സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള മെയിൻ്റനൻസ് മാത്രം കിട്ടാവുന്ന കാര്യമാണോ എന്നുള്ളത് നോക്കാം. അല്ലാതെ മെക്കാനിക്കലായിട്ട് ബ്ലണ്ടറായിട്ട് എമൗണ്ട് വിധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മേൽക്കോടതികളിൽ അതിനെതിരെ ചോദ്യം ചെയ്യുവാനും ആ എമൗണ്ടിൽ മാറ്റം വരുത്തുവാനും സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ കേസുകളിൽ ഇതുപോലെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ മാറ്റം വരുത്തുവാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.